എത്രയെത്ര പുരുഷന്മാരെ ഇങ്ങനെ ചതിച്ചിരിക്കുന്നു. 7 താഴിട്ട് പൂട്ടി കടലിനടിയിൽ സൂക്ഷിച്ച ഇവൾ ഇങ്ങനെയാണെങ്കിൽ സുഖമായി ജീവിക്കുന്നവരോ? ഇല്ല, ഞാൻ ഇനി ഒരിക്കലും സ്ത്രീകളെ വിശ്വസിക്കില്ല. പുരുഷന്മാരെ കബളിപ്പിക്കുന്ന സ്ത്രീകളെ പാഠം പഠിപ്പിച്ചേ ഞാൻ അടങ്ങൂ, സുൽത്താൻ പറഞ്ഞു. പിന്നെ ഷഹറിയാനും ശംസമും കൊട്ടാരത്തിലെത്തി. അന്നുമുതൽ ഷഹറിയാൻ ഒരു ശീലം തുടങ്ങി. ഓരോ ദിവസവും ഓരോ സ്ത്രീകളെ കൊട്ടാരത്തിലെത്തിക്കുക, ശേഷം പിറ്റേന്ന് രാവിലെ അവളെ വെട്ടിക്കൊല്ലുക. അവിടെ അത്തറിന്റെ മണത്തിനൊപ്പം ചോരയുടെ മണവും തങ്ങി നിന്നു. ഓരോ ദിവസവും ഓരോ സ്ത്രീകളെ കണ്ടുപിടിക്കാൻ മന്ത്രി കഷ്ടപ്പെട്ടു. ഏതെങ്കിലും സ്ത്രീകൾ ചാവാനായി കൊട്ടാരത്തിൽ വരുമോ? ഇത് കൊണ്ട് മന്ത്രി ആ രാജ്യത്തെ സ്ത്രീകളെയും നറുക്കിട്ട് തീരുമാനിക്കാനൊരുങ്ങി. ഒരു ദിവസം മന്ത്രിയുടെ മകൾക്ക് തന്നെ നറുക്ക് വീണു. രാജ്യത്തെ 1100 കന്യകമാർ അതുവരേക്കും കൊല്ലപ്പെട്ടു കഴിഞ്ഞിരുന്നു. തന്റെ മകൾ മെഹ്റാസാദ് ഇന്റെ കാര്യം ഓർത്തു കരയുന്ന മന്ത്രിക്കടുത്തേക്ക് മെഹ്റാസാദ് പറഞ്ഞു, എന്റെ വിധി അതാണെങ്കിൽ ഇത് തന്നെ നടക്കട്ടെ. എന്നിട്ട് അവൾ തന്റെ അനിയത്തിയുടെ അടുത്തേക്ക് പോയി പറഞ്ഞു, ദുനിയാസ, ഞാൻ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. എന്റെ അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കാണണമെന്ന് പറയും. അപ്പോൾ നിന്നെ